കേരളത്തിന് ആവശ്യമായ ഫണ്ടുകൾ തരാതിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ നികുതിപ്പണമാണ് നമ്മൾ പിരിച്ചു കൊടുക്കുന്നത്. കേന്ദ്രത്തിൽ പോയിട്ട് ഭരണഘടനാ പ്രകാരം നമുക്ക് തിരിച്ചു തരേണ്ട പൈസ തടഞ്ഞു വെക്കുക. RSSും BJPയും ഉദ്ദേശിക്കുന്ന എന്താണ്? ഒരേ ഒരു ഇന്ത്യ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു ഇന്ത്യ. അപ്പൊ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു ഇത് ചിലപ്പോൾ നല്ലതാണല്ലോ, നമ്മൾ മാത്രമുള്ള ഒരു ഇന്ത്യ എന്ന് വെച്ചാൽ പാകിസ്ഥാനെ പോലെ ഇന്ത്യ ആവണം, സൗദി അറേബ്യയെ പോലെ ഇന്ത്യ ആവണം, മറ്റൊരു മതത്തിനും ഈ നാട്ടിൽ സ്ഥാനമുണ്ടാവരുത്. അല്ല ഹിന്ദുക്കളുടെ ഇടയിലോ ഹിന്ദുക്കളായിട്ടുള്ളവർ തങ്ങളെ എതിർക്കുന്നവരെ നിശബ്ദരാക്കണം. അപ്പൊ ഇന്ത്യ ഒരു പാകിസ്ഥാന്റെ വേറൊരു മോഡലാവണം എന്നതാണ് BJPയും RSSും ആഗ്രഹിക്കുന്നത്. ഈ നരേന്ദ്രമോദി ഇപ്പൊ മൂന്നാമത്തെ ടേമാണ്. കഴിഞ്ഞ തവണയും ഇത്തവണയും അധികാരത്തിൽ വന്നതിന് ശേഷം എവിടെയെങ്കിലും വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് മൊറാദാബാദിൽ നടന്ന പോലെ, ഗുജറാത്തിൽ നടന്ന പോലെ വലിയ വർഗീയ കലാപങ്ങൾ, നൂറുകണക്കിന് മുസ്ലിം മതവിഭാഗക്കാരെ കൊല്ലുക, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക, കടകൾ തകർക്കുക, വീടുകൾ ആക്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോ പത്രത്തിൽ വായിക്കുന്നുണ്ടോ? ഇവരെന്താ ഇപ്പൊ ചെയ്യുന്നത്? ചെറിയ ചെറിയ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, ചെറിയ ചെറിയ സംഘർഷങ്ങൾ. ഈ കവലയിൽ ഒരു മുസ്ലിം കച്ചവടക്കാരനുണ്ടെങ്കിൽ അയക്കിട്ടൊരു അടി കൊടുക്കുക, നീ ഇവിടുന്ന് പോകാൻ പറയുക. അല്ലെങ്കിൽ ഇവിടെ ഒരു ലഹള ഉണ്ടാക്കുക, 2-3 പേർക്കിട്ട് അടി കൊടുക്കും, ചിലപ്പോൾ ഒരാൾ മരിച്ചിരിക്കും. അത് അനിവാര്യമായും മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളായിരിക്കും. ഇതൊക്കെ നാട്ടിലെ പത്രങ്ങളിൽ, പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലായി, ഇല്ലെങ്കിലായി അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്യില്ല. ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരെയും ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കെതിരായിട്ടുള്ളൊരു സാമ്പത്തിക നയമാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഉദാരവൽക്കരണം പെൻഷനെതിരാ, പെൻഷൻ ആളുകൾക്ക് കൊടുക്കുന്നതിനെതിരെ. നമ്മൾ ഈ നാട്ടിലെ അർഹരായതും വേണമെങ്കിൽ അനർഹരായതുമായ എല്ലാവർക്കും പെൻഷൻ എത്തിച്ചു കൊടുക്കുക, കുടിശ്ശിക തീർക്കും. ഉദാരവൽക്കരണം സൗജന്യമായി വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനെതിരാണ്. നമ്മൾ ഈ നാട്ടിലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഉദാരവൽക്കരണം സൗജന്യമായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനെതിരാ. നമ്മൾ ഈ നാട്ടിലെ സർവ്വ സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ നന്നാക്കിക്കൊണ്ടിരിക്കുക. ഈ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യവും, സംസ്ഥാനങ്ങൾക്ക് മാത്രം അവകാശം ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റാണ്. നിയമനിർമ്മാണം നടത്താൻ അവകാശം ഉണ്ടായിരുന്ന ലിസ്റ്റാണ്. അത് കൺകറന്റ് ലിസ്റ്റിൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധിക നിയമനിർമ്മാണം നടത്താവുന്ന ആക്കിയത് എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം ജയിലിൽ കിടന്നപ്പോഴാണ് കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ അധികാരം കവർന്നെടുത്ത് അത് കൺകറന്റ് ലിസ്റ്റിലാക്കിയത്. ആ കൺകറന്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ PMC വിവാദം ഉണ്ടായത്. നിങ്ങൾ ഓർക്കണം. നമ്മുടെ കോടിക്കണക്കിന് രൂപ തടഞ്ഞു വെക്കുക. എന്തിന്റെ പേരിൽ? അവര് പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കണം. എന്ത്? മുസ്ലിങ്ങൾക്കെതിരായ പ്രചരണം നടത്തണം. നരേന്ദ്രമോദിയാണ് മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ആളെന്ന് പഠിപ്പിക്കണം. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്ന നാത്തൂറാം ഗോഡ്സെ ഇന്ത്യയുടെ വീരനായകനാണെന്ന് നാളെ അവർ പറഞ്ഞാൽ അത് നമ്മളിവിടെ പഠിപ്പിക്കണം, പാഠപുസ്തകം. നമ്മളത് പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇത് തടഞ്ഞു വെച്ചത്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ BJP എതിർക്കേണ്ടതാണ് ഏറ്റവും പ്രമുഖമായ കടമ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അലവലാദികളെല്ലാമായിട്ട് കൂട്ടുകൂടുന്നത്. അല്ലേ ആരെ കോൺഗ്രസിന് കൂട്ടുകൂടാൻ പോകുന്നത്? അതേപോലെ ഈ നാട്ടിലെ വീട്ടമ്മമാർക്ക് ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ അവരുടെ ഈ പൈസ വരുന്ന കുടുംബശ്രീ പദ്ധതി ഫലപ്രദമായി കേരളത്തിൽ നടപ്പാക്കുന്നതും അതിന് തുടക്കം കുറിച്ചതും ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ. ഇപ്പം നമ്മൾ അവസാനമായി നടപ്പാക്കി ഈ പദ്ധതി ഉണ്ടല്ലോ, അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി.
ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചു. കാരണം എന്താ? സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നടപ്പാക്കി കാണും. അതെങ്ങനെ? അതവരുടെ പൊതുവായ നയസമീപനത്തിന്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുള്ളതായിരിക്കണം. പലതും കുടുംബങ്ങളൊന്നുമല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പ്രായമായ സ്ത്രീകൾ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പ്രായമായ പുരുഷന്മാര്, അത്യപൂർവമായി ഒരു കുടുംബം കാണും. കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ഒരു സങ്കല്പം ഒരു വീടാണല്ലോ. ഇവർക്ക് ഒരാൾക്ക് പോലും വീടില്ല. ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല, മരുന്ന് മേടിക്കാൻ വകുപ്പില്ല, ഒന്നുമില്ല. പലരും കടത്തിന്റെ കിടന്നുറങ്ങുന്നവരെ, പാളത്തിന്റെ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ താഴെ കഴിയുന്നവരെ, ഇതൊക്കെയാണ്. അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമകരമായ ജോലിയാണ് കേരളത്തിലെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഗവൺമെന്റ് നടപ്പാക്കി. അപ്പോ ഉണ്ടല്ലോ, ഇവർക്ക് ആർക്കും ഒരു രേഖയില്ല. ഈ രേഖയില്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു രേഖ വേണം. ആധാർ കാർഡ് വേണം, പാസ്പോർട്ട് വേണം, റേഷൻ കാർഡ് ഉണ്ടാവണം, ഇലക്ട്രൽ ID കാർഡ് വേണം എന്നിങ്ങനെ ഏതെങ്കിലും ഒരു രേഖയില്ലാതെ നമ്മൾ ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെടുത്തില്ല. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഈ രേഖകൾ ഒന്നും പോരുന്ന, അവര് തീരുമാനിക്കണം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നതാണോ. ഈ രേഖ മുഴുവൻ കാണിച്ചാലും അത് പോട്ടെ. ഈ ഒരു രേഖയും ഇല്ലാതെ സർക്കാരിന്റെ ഏതെങ്കിലും ആനുകൂല്യം ആർക്കെങ്കിലും കിട്ടുമോ? ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ? പഞ്ചായത്തിൽ നിന്ന് കിട്ടുമോ? നിങ്ങൾ ഓർത്തു നോക്ക്, സർക്കാരിന്റെ ഏതെങ്കിലും ആനുകൂല്യം വേണമെങ്കിൽ നിങ്ങള് അതിന്റെ രേഖകളുമായി പോകണം. ഇവർക്ക് രേഖയില്ല, നമ്മൾ രേഖയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവരെ കണ്ടുപിടിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു പ്രായമായ സ്ത്രീ അവരുടെ കാല് മുറിച്ചതാണ്. അവർക്ക് നടക്കാൻ പറ്റില്ല, അവർക്ക് വീടില്ല, ഒന്നുമില്ല. അവർക്ക് വീട് വെച്ചു കൊടുത്തു. അവർക്കൊരു ആ വരാന്തയിൽ ഇരുന്ന് കച്ചവടം നടത്താൻ ഒരു പലചരക്ക് കടയും പച്ചക്കറി കടയും, അവർക്ക് ആ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഇത് എടുത്തു കൊടുത്താൽ മാത്രം മതി. അതിനുള്ള പൈസ കൊടുത്തു. അത് മര്യാദയ്ക്ക് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി. അത് വെച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പാക്കി. മരുന്നുകൾ എത്തിച്ചു കൊടുത്തു. എന്നിങ്ങനെ ഇതിനു മുമ്പ് മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരിടത്തെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടാത്ത, സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത വലിയ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. അതൊരു നിസ്സാര കാര്യമാണെന്ന് ധരിക്കരുത്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണ്. പരിമിതികളോ പരാതികളോ ഒക്കെ ഉണ്ടാവാം. നിങ്ങൾ അവിടെയുള്ള കർഷകങ്ങളായിട്ട് കടത്തിന്റെ കിടന്നുറങ്ങുന്ന ആളിനെ കണ്ടില്ലേ എന്ന് ചോദിക്കാം. കണ്ടു കാണത്തില്ല, വിട്ടുപോയിട്ടുണ്ടാവാം. അതെല്ലാം നമ്മൾ പരിഹരിച്ച് ഇനിയും മുമ്പോട്ട് പോകും. ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കുന്ന ഗവൺമെന്റ് കേരളത്തിൽ ഇനിയും തുടരണ്ടേ? ആ ഗവൺമെന്റിന് ക്ഷീണം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കാൻ പറ്റുമോ? ഈ നാട്ടിലെ ജനങ്ങളെ ഓരോരുത്തരും ആലോചിക്കും. നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ ആവട്ടെ, അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. കോട്ടയത്തെ സംബന്ധിച്ച് വേറൊരു പ്രാധാന്യമുണ്ട്. എന്താ അത്? ഇത്രയും അഴിമതി നിറഞ്ഞ ഒരു മുനിസിപ്പൽ ഭരണം കോട്ടയം കണ്ടിട്ടുണ്ടോ? കേരളം കണ്ടിട്ടുണ്ടോ? കമന്ന് വീണ കാൽപ്പണം. മുനിസിപ്പാലിറ്റിയിൽ ആർക്ക് എന്ത് കാര്യം നടക്കണമെങ്കിലും ഭരണ നേതൃത്വത്തിന് കാശ് കൊടുക്കണം. ഒരു ഉദ്യോഗസ്ഥൻ 3 കോടി അടിച്ചു മാറ്റി, 211 കോടി കാണാനില്ല. ആർക്കും ഉത്തരവാദിത്തമില്ല. എന്താ പണിക്കനും പണിക്കത്തി അറിയാതെ ഒരു കൊച്ചരുവ വന്നെന്ന് പറയുന്ന പോലെ എങ്ങോട്ട് പോയി? കാണുന്നില്ലൊന്നും. പൈസ ഇല്ല, ആർക്കും ഉത്തരവാദിത്വം ഇല്ല. അങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി നമുക്ക് വേണോ? മാലിന്യ നിർമ്മാർജ്ജനം ഈ ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. എത്രയോ സ്ഥലങ്ങളിൽ നടപ്പാക്കി. നിങ്ങൾ ആരെങ്കിലും അടുത്ത കാലത്ത് സുൽത്താൻ ബത്തേരിയിൽ പോയിട്ടുണ്ടോ എന്നറിയില്ല, പലരും പോയിട്ടുണ്ടാവും. സുൽത്താൻ ബത്തേരി നഗരസഭ ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് അറിയപ്പെടുകയാണ്. സുൽത്താൻ ബത്തേരി അതിമനോഹരമായ ഒരു പട്ടണമാക്കി മാറ്റി. വേറെ ഒട്ടനവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അങ്ങനെ ചെയ്തു. ഇവർക്ക് ചെയ്തുകൂടെ? മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഫലപ്രദമായ എന്തെങ്കിലും സംവിധാനം ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഓർക്കണം, സൂറത്ത് നഗരത്തിലാണ് ഒരു 15-20 വർഷം മുമ്പാണ് പ്ലേഗ് പടർന്നു പിടിച്ചത്. പ്ലേഗ് ഒരു സ്ഥലത്ത് വരണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താ? വൃത്തിഹീനമായ അന്തരീക്ഷം.
സുൽത്താൻ ബത്തേരിയിലും സൂററ്റിലും പോലും നടക്കുമെങ്കിൽ കോട്ടയത്തും നടത്താമല്ലോ. ഗവൺമെന്റ് അതിന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, പദ്ധതികളുണ്ടല്ലോ, ഏജൻസികളുണ്ടല്ലോ. ഇവരെന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ധിക്കാരവും അഴിമതിയും സ്വജനപക്ഷപാതവും എന്തും കാണിക്കാമെന്നുള്ള അഹങ്കാരവും ആയിട്ട് മുനിസിപ്പൽ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഇവരെ അനുവദിക്കണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, കോൺഗ്രസോ മറ്റെന്തെങ്കിലും ആകട്ടെ, ഇത്തരമൊരു ഭരണം നമ്മൾ അർഹിക്കുന്നുണ്ടോ? ഈ ഭരണം മാറണ്ടേ? ഈ ഭരണം മാറി ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു മുനിസിപ്പൽ ഭരണം ഉണ്ടാവണ്ടേ? 957 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരുന്നതിന് 1 വർഷം മുമ്പ് 956 ഈ മുനിസിപ്പൽ ഭരണം നമ്മൾ പിടിച്ചതാണ്. അതിനുശേഷം എത്രയോ തവണ, നിങ്ങൾ ഓർക്കണം, എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചു. കുര്യനുദിപ്പിനെ പോലുള്ളവർ, MK കുടുവാളിനെ പോലുള്ളവർ, അയ്യം വെള്ളച്ചേട്ടൻ പിന്നെ നമ്മുടെ മുമ്പിൽ കൂടെ വന്നു. അതിനു മുമ്പ് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇവരെല്ലാം കോൺഗ്രസ്സുകാരും രാഷ്ട്രീയമായി നമ്മളെ എതിർക്കുന്നവരായിരുന്നിട്ടും അവരാരും ഒരു അഴിമതി നടത്തിയെന്ന് നമ്മളാരും ആരോപണം ഉന്നയിച്ചില്ല. ഇതിപ്പോ കോൺഗ്രസ് ഭരിച്ച് ഇത് അഴിമതി നടത്താനുള്ള ഒരു വേദിയാക്കി അതിനെ മാറ്റി. എന്നാൽ ദരിദ്രമായ ചുറ്റുപാടിൽ ജനിച്ച് പറയത്തക്ക നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വരുമാന സ്രോതസ്സും ഇല്ലാതെ ഈ മുനിസിപ്പൽ ഭരണത്തിൽ പങ്കാളിയായിട്ട് ചില ആളുകൾ ഇന്ന് കോട്ടയത്തെ വലിയ വ്യവസായികളായി മാറി. നമ്മുടെ കൺമുമ്പിൽ വെച്ച് നമ്മുടെ ചെലവിൽ ഈ അഴിമതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പൈസയാണ് ഇവൻ അടിച്ചോണ്ട് പോകുന്നത്. അപ്പൊ അതനുവദിക്കാവോ? അതനുവദിക്കാൻ പാടില്ല. ഏതായാലും കോൺഗ്രസ് ഇല്ല, നടക്കുകയല്ല. ഇനി ഒരു തവണയും കൂടെ വന്ന ഇവര് പട്ടണം കച്ചവടമാകും. അപ്പോ നമുക്ക് ഈ മുനിസിപ്പൽ ഭരണം തിരിച്ചു പിടിക്കണം. നമ്മൾ പിടിച്ചിട്ടുള്ള ഭരണമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർഡിൽ ഈ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതനായ, എന്ന് വെച്ചാ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലം മുതൽ, അല്ലെ അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ തന്നെയായിരുന്നു അല്ലേ? പ്രശസ്തമായ ബ്ലാക്ക്സ്റ്റൺ ഹോട്ടല്, ബെസ്റ്റ് ഹോട്ടലും ബ്ലാക്ക്സ്റ്റൺ ഹോട്ടലും ആനന്ദമന്ദിരവും എല്ലാമായിരുന്നു കോട്ടയത്തിന്റെ അന്നത്തെ മുഖമുദ്ര. ഇപ്പൊ ഈ ഹോട്ടലുകളെല്ലാം കൂട്ടി പുതിയ ഹോട്ടലുകൾ വന്നു. പക്ഷെ പഴയ ഹോട്ടലിന്റെ ആ ഒരു പെരുമയുടെ ഏഴെഴുത്ത് പോലും ഈ ഹോട്ടലുകൾക്കൊന്നും വരാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുപരിചിതനായ ശശികുമാറാണ് മത്സരിക്കുന്നത്. ഞാൻ ശശി ചേട്ടനെ വിളിക്കണ്ട, എന്റെ ചേട്ടന്റെ കൂടെ പഠിച്ചതാണ്. അതെ, അപ്പം ഞാനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ആളാണ്. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തുള്ള തന്റെ ശ്രദ്ധയും കഴിവും പ്രാഗൽഭ്യവും ഇതിനകം തെളിയിച്ചിട്ടുള്ളതാണ്. കോടിമത സർവീസ് സഹകരണ ബാങ്കിന് അതൊരു ശകല അധോഗതിയിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ശശികുമാറിനെ പ്രസിഡന്റാക്കിയത്. ഇന്നത് പൂർവാധികം ശക്തിയോടുകൂടി ഇന്ന് പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ഞാനിത് പറയുന്നതിന്റെ കാര്യം, ജനങ്ങളോട് ഉത്തരവാദിത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. തന്നെ ഏൽപ്പിക്കുന്ന ജോലി ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ശശികുമാർ വിജയിക്കണം. കുറെ അഴിമതിക്കാരെ മഴയത്ത് നിർത്താൻ നമുക്ക് ഈ കുടചിഹ്നത്തിൽ മത്സരിക്കുന്ന ഈ 2 സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ഈ കൺവെൻഷൻ തികഞ്ഞ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിരിക്കും.